വീട്ടിലൊരു പച്ചക്കറി കൃഷി എല്ലാവർക്കും നല്ലതാണ്. ഞാനിതാ എൻ്റെ പച്ചമുളക്, ഉണ്ടമുളകുണ്ട്, കാന്താരി മുളകുണ്ട്, അങ്ങാടി മുളകുണ്ട്. ഇതൊക്കെ എൻ്റെ കൃഷിയിൽ പെട്ടതാണ്. ഇപ്പോൾ ഒരുവിധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് കാന്താരി മുളക് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നൊരു പുഴുക്കുണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചേമ്പും പച്ചക്കായും വെച്ചിട്ടാണ് ഈ ഒരു പുഴുക്കുണ്ടാക്കുന്നത്. ഇത് വെണ്ണീറ്റിപ്പൂവൻ എന്ന് പറയുന്ന പൂവമ്പഴമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പഴത്തിന് എന്താ പറയുകയെന്നറിയില്ല. അങ്ങനെ ചേമ്പും പച്ചക്കായും ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചക്കായുടെ തൊലിയൊക്കെ മാറ്റിയിട്ടാണ് കഷ്ണിച്ചിരിക്കുന്നത്. ഇനി 2 കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഈ ഒരു മണ്ഡലകാലം സ്വാമിമാരൊക്കെ വ്രതത്തിലുള്ള സമയമല്ലേ. അങ്ങനെ വ്രതം എടുക്കുന്നവർക്കൊക്കെ ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണ്. ചപ്പാത്തിക്കൊക്കെ ഈ ഒരു പുഴുക്ക് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 2 വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുഴുക്ക് കുക്കറിൽ റെഡിയാക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം. ആ ഒരു കഷ്ണത്തിൻ്റെ അതേ ഒരു ലെവലിൽ ഇത്രയും മതി. ഇത് ഒരു കൊളുന്ത് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലടിച്ചതേ ഉള്ളൂ. എന്നിട്ട് എയർ മുഴുവനും ആ ടൈമിൽ തന്നെ പോക്കി കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. എയർ തണിയുന്നത് വരെ നമ്മൾ കാത്തു നിന്നാൽ ഈ പുഴുക്കിൻ്റെ കളറൊക്കെ മാറി രുചിയും വ്യത്യാസം വരും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിലൊരു താളിപ്പിന് വേണ്ടി കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് താളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വറവിടുന്നില്ല എങ്കിൽ നിങ്ങൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം അവസാനം ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ചേമ്പ് പുഴുക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സ്വാമിമാരൊക്കെ വേറെ താമസിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്ന് ഞാൻ ഉച്ചഭക്ഷണമാണ് ഇതുണ്ടാക്കിയത്. ഞങ്ങൾ വ്രതത്തിലൊന്നുമല്ല, അതുകൊണ്ട് മീനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നങ്കാണ് ഇതിൻ്റെ കൂടെ മുളകിട്ടിട്ട് ഉള്ളത്. നങ്ക് മുളകിട്ടതും പൊടിയരിക്കഞ്ഞിയും തേങ്ങയൊക്കെ ചേർത്ത പൊടിയരിക്കഞ്ഞിയാണ്. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. എല്ലാവരും പുഴുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കണേ.